അയാൾ പറയുന്നു 10 കൊല്ലം കഴിഞ്ഞാൽ സുന്നികൾ മുഴുവനും പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകും, എഴുതി വെച്ചോളൂ, അത് നടന്നിട്ടില്ലെങ്കിൽ എന്റെ കാത് മുറിച്ചോളൂ. ഇവിടെ ഈ മുജാഹിദ് പ്രസ്ഥാനം വന്നിട്ട് എത്ര കൊല്ലമായി പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ബുദ്ധിയും ഇവരുള്ള ഒരൊറ്റ പെണ്ണിന്ന് വരെ പോയിട്ടുണ്ടോ? ബുദ്ധിയും ഇവരുള്ള ഒരൊറ്റ പെണ്ണിന്ന് വരെ പോയിട്ടുണ്ടോ? അത് പോവില്ല. അയാൾ അങ്ങനെ പ്രഖ്യാപിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് സുന്നത്തി ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഈമാനുള്ള ഒരൊറ്റ പെണ്ണും പള്ളിയിലേക്ക് പോവില്ല. ഈമാനുള്ള ഒരൊറ്റ പെണ്ണും പള്ളിയിലേക്ക് പോവില്ല. യാതൊരു സംശയവും വേണ്ട. എങ്ങനെ അവർ പോകും? അവർ വിശ്വസിച്ചത് അശ്ഹദു അന്ന മൗലവി റസൂലുള്ളാഹ് എന്നല്ല, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. അല്ലാഹ് പറഞ്ഞേച്ചാള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയാണ് പറഞ്ഞു ഉബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. ആ നബി തങ്ങളെ ധിക്കരിക്കുന്ന സ്ത്രീകൾ മാത്രമേ പള്ളിയിൽ ജുമാ ജമാഅത്തിന് വേണ്ടി പോവുള്ളൂ. യാതൊരു സംശയവും ഇല്ല. അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ച സ്ത്രീകളല്ലാതെ പള്ളിയിലേക്ക് പോവുകയില്ല. ഹൃദയത്തിൽ ഈമാനുള്ള സ്ത്രീകൾ പള്ളിയിലേക്ക് പോവുകയില്ല. ഈ മനുഷ്യനൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയാത്തുകളായ വനിതകളെ കുറിച്ച്, മഹദികളായ നമ്മുടെ നേതാക്കന്മാരായ അഹ്ലുസുന്നയുടെ നേതൃപദവിയിൽ വരുന്ന മഹദികളായ സഹാബി വനിതകളെയല്ലേ ഈ വിവരം കെട്ട മൗലവി തെറി പറഞ്ഞത്? ഈമാനുള്ള സ്ത്രീകൾ പള്ളി പോവില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പദവി അലങ്കരിച്ച, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പദവി അലങ്കരിച്ച, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഒരു സഹാബിയുടെ ഭാര്യ പദവി അലങ്കരിച്ച സുന്ദരിയും ഈമാനിക വീര്യമുള്ള സ്ത്രീയുമാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ കോറിയിട്ട ആത്തിക്ക റളിയല്ലാഹു അൻഹ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ എളാപ്പയുടെ മകളും കൂടിയാ. ആത്തിക്ക റളിയല്ലാഹു അൻഹ പള്ളിയിൽ പോയത് റസൂലുള്ളാഹിന്റെ കാലത്ത് മാത്രമല്ല, അത് ഇനി ഹിജാബിന്റെ ആയത്ത് വരുന്നതിന്റെ മുന്നേ ഈ പൊട്ടൻ മൗലവി പ്രസംഗിക്കരുത്. അതിനാണ് ഞാനത് പറയുന്നത്. ഹിജാബിന്റെ ആയത്തും കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോട് ഇവിടെ പറഞ്ഞ്, ഒന്നാമത്തെ ഖലീഫ ഇവിടെ പറഞ്ഞ്, രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ അവസാന കാലത്ത് ആത്തിക്ക റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയല്ല. അദ്ദേഹം സുബഹി നമസ്കരിക്കുമ്പോൾ 10 വർഷത്തെ ഭരണം കഴിഞ്ഞ് അവസാനം ഷഹീദായി മരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയി സുബഹിസ്കരിക്കുമ്പോൾ അടിവയറ്റിന് കുത്തുകൊണ്ട് മദീനത്തെ പള്ളിയിൽ ഷഹീദായിട്ട് വീണ് മരിക്കുന്ന ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ജമാഅത്തിൽ മഹദിയായ ആത്തിക്ക റളിയല്ലാഹു അൻഹ ഉണ്ട്. വേറെയും പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ പള്ളിയിൽ ഇത്തിക്കാഫിരുന്നു. റസൂലുള്ളാഹിന്റെ കാലത്തും റസൂലുള്ളാഹിന്റെ കാലശേഷവും പള്ളിയിൽ ഇത്തിക്കാഫിരുന്നു. സ്വഹീഹ് ബുഖാരിയിലില്ലേ? ജാഹിൽ മൗലവി പൊട്ടത്തിനെ വിളിച്ചു പറയാം. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിട്ടുള്ള മഹദികളെ പോലും ഈമാനില്ലാത്ത പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചവർ എന്ന് പറഞ്ഞാൽ, ഈ ജാഹിൽ മൗലവിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പാടത്തെ പണിക്ക് പാടത്ത് തന്നെ കൂലി കൊടുക്കുന്നത്.